ഹലോ, അപ്പോൾ നമുക്ക് നല്ലൊരു നാടൻ ചീരപ്പേരിയുടെ റെസിപ്പി കാണാം. അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് ഞാൻ ചൂടായി വരുമ്പം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായി വന്ന ശേഷം മാത്രം നമ്മൾ പുഴുങ്ങലരി ഇട്ട് കൊടുക്കുക. പുഴുങ്ങലരി നല്ല രീതിയിൽ ബ്രൗൺ കളറിൽ മൂത്ത് മൊരിഞ്ഞ് വരണം. ആ സമയത്ത് ഞാനിവിടെ 3 അല്ലി വെളുത്തുള്ളി വട്ടത്തിൽ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഒന്ന് മൂത്ത് വരണം, ബ്രൗൺ കളറായി വരണം. അതിനുശേഷം ഞാനിപ്പോൾ എരിവിനായിട്ട് ആഡ് ചെയ്യണത് പച്ചമുളകും വറ്റൽമുളകുമാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ 5 പച്ചമുളകും 5 വറ്റൽമുളകുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറ്റൽമുളക് മാത്രമായിട്ട് ഇടാം, അല്ലെങ്കിൽ പച്ചമുളക് മാത്രമായിട്ട് ഇടാം. ഓക്കെ, ഇതിനി നല്ല രീതിയിൽ മൂത്ത് മൊരിഞ്ഞ് വരണം. ഇപ്പം ഞാൻ ഇവിടെ ചീരപ്പേരിക്ക് എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ ചീരയാണ്. അപ്പോൾ ഇത് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിനി അടുത്തതായിട്ട് ആഡ് ചെയ്യണത് ഒരു വലിയ സവാളയാണ്. അത് നല്ല രീതിയിൽ ഫൈനലി ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള വാടി വരാനായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ട് ഇത് രണ്ടും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നല്ല രീതിയിൽ എന്നിട്ടിത് മിക്സ് ചെയ്യുക. ഇത് ബ്രൗൺ കളറായിട്ട് വരണം. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചീര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇന്നിവിടെ ചീരപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ചീരയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് വേവാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചീര നല്ല രീതിയിൽ ഇട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം. നമ്മൾ ഈ ചീര മാക്സിമം അടച്ച് വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാൻ ആയി നോക്കുക. ഓക്കെ, ഇനി നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഫ്രഷ് ആയിട്ട് തന്നെ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് കുറച്ചും കൂടെ കൂടുതൽ ഫ്ലേവർ ഉണ്ടാവുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് പൊത്തി വെക്കണം. ആ സമയത്താണ് ഈ തേങ്ങയുടെ ഫ്ലേവർ എല്ലാം ചീരയിലേക്ക് ഇറങ്ങുള്ളൂ. തേങ്ങയുടെ ഒരു മധുരം നമുക്ക് ചീരപ്പേരിയിൽ കിട്ടും. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 to 3 മിനിറ്റ്സ്, അതായത് ഈ ചീര ഒന്ന് വാടി വരുന്നത് വരെ ഇങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കുക. ഓക്കെ, അതിനുശേഷം എടുത്ത് ഒന്നുകൂടെ മിക്സാക്കി ചീര വെന്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് കഴിക്കാം. ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ചോറ്, അപ്പോൾ ഞാൻ ഇന്നിവിടെ കഴിക്കണ ചോറും സാമ്പാറും ചീരപ്പേരിയും ഒരു നാരങ്ങ അച്ചാറും കൂട്ടിയിട്ടാണ്. ഉച്ചയൂണായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ thank you so much. Bye.